നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഷോയിൽ നിന്നും പുറത്തായ ശേഷം റോക്കി പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. 6 വർഷത്തെ തന്റെ സ്വപ്നമാണ് ബിഗ് ബോസ് എന്നും തനിക്ക് ഒരവസരം കൂടി തരണമെന്നുമാണ് റോക്കി പറയുന്നത്. സിജോ ചെയ്തതിന്റെ റിയാക്ഷൻ മാത്രമാണ് താൻ നടത്തിയതെന്നും റോക്കി പറയുന്നു. ഇനിയും ഷോയിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒന്നും ചെയ്തു തുടങ്ങിയിരുന്നില്ലെന്നും റോക്കി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. റോക്കി അസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരാളുടെ ആക്ഷന്റെ വിപരീതമായിട്ടുള്ള റിയാക്ഷൻ മാത്രമായാണ് ഞാൻ അതിനെ കാണുന്നത്. എൻ്റെ ഉള്ളിൽ ഒരു പ്ലാനോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണമെന്നോ 1% പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ 6 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ബിഗ് ബോസ്. 100 ദിവസത്തേക്ക് വേണ്ടിയുള്ള ഡ്രസ്സും എടുത്ത അത്രയും ഡെഡിക്കേഷൻ ആയാണ് വന്നത്. ഒരു രീതിയിലും ഷോക്ക് എതിരായിട്ടോ പ്രേക്ഷകർക്കെതിരായിട്ടോ മത്സരാർത്ഥികളോട് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒന്നുമുള്ള ആക്ഷൻ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ നിലപാടുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ നിലനിൽക്കാനാകൂ. അവിടെയുള്ളവർ ഒന്നും ബുദ്ധിയില്ലാത്തവരോ എന്നിലും കുറഞ്ഞ ആൾക്കാരോ ആണെന്നല്ല പറയുന്നത്. അവിടെ അതിബുദ്ധിമാന്മാരുമുണ്ട്. ബുദ്ധി, കുബുദ്ധി, ശീഘ്രബുദ്ധി, കുടിലബുദ്ധി, ചടുലബുദ്ധി, ചാണക്യബുദ്ധി, മന്ദബുദ്ധി, പിൻബുദ്ധി, പെൺബുദ്ധി, മുൻബുദ്ധി തുടങ്ങി എല്ലാ ബുദ്ധിയുമുള്ള ആൾക്കാരാണ് അവിടെയുള്ളത്. അവർക്കൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ബുദ്ധിയെങ്കിലും വേണം. ഞാൻ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല, അത്യാവശ്യം ബുദ്ധിയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ധാരണ. അവിടെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആർക്കൊപ്പമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. സിജോ ക്യാപ്റ്റൻ ആയിരുന്നു, ഞാൻ പ്രജ മാത്രമായിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്താൽ പരിഹരിക്കേണ്ടത് അദ്ദേഹമായിരുന്നു. പക്ഷേ സിജോ തന്നെ മുൻകൈ എടുത്ത ഒരു പ്രശ്നത്തിലേക്ക് എത്തി. ഒരിക്കലും ആ സംഭവത്തെ ന്യായീകരിക്കുന്നതല്ല ഞാൻ. പക്ഷേ അത് ആക്സിഡന്റലി സംഭവിച്ചതാണെന്ന് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. എൻ്റെ മാത്രം മിസ്റ്റേക്ക് അല്ല അത്. ഒരിക്കലും ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല. എന്നെ വിശ്വസിച്ചേ പറ്റൂ. റോക്കി നിങ്ങളെ 1% തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോയിലേക്ക് പോകും. ഇല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല. ഇതും എൻ്റെ എവിക്ഷൻ പോലെയാണ്. അവിടേക്ക് എനിക്ക് തിരിച്ചു പോകണം. ഇനിയും അവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും ചെയ്തു തുടങ്ങിയിരുന്നില്ല. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എനിക്കൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ ഡെനിലെ കൂട്ടുകാരെയും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും. എന്നിൽ കുറ്റവും കുറവും ഉണ്ടായിട്ടുണ്ടാകും. കാരണം ഞാനൊരു മനുഷ്യനാണ്. എന്നിലുണ്ടായൊരു തെറ്റ് നിങ്ങൾ ക്ഷമിച്ചു തരാൻ പറ്റില്ലേ? നിങ്ങൾ ക്ഷമിച്ചാൽ ഉറപ്പായും ഞാൻ പോകും. റോക്കിയായി തന്നെ. നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നാണ് പലരും എന്നോട് ചോദിച്ചത്. അത് കേട്ടപ്പോൾ ഒത്തിരി ആൾക്കാരെ നിരാശപ്പെടുത്തി എന്ന് തോന്നി. എൻ്റെ 6 വർഷത്തെ സ്വപ്നം കൂടിയല്ലേ, അത് തകർന്നു പോയാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ എന്നും റോക്കി കൂട്ടിച്ചേർക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.